പോയതാ, അവര് പണി പറ്റിച്ചടാ, അവര് പോയതാ. അവര് കുറെ കാലമായി പറഞ്ഞതാ, ഞങ്ങൾ പോകും. അവര് പോയി. ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ഒരെണ്ണത്തെയെങ്കിലും സമുദ്രത്തിൽ നിന്നോ ഗുഹയിൽ നിന്നോ കാടുകളിൽ നിന്നോ എവിടുന്നെങ്കിലും കണ്ടുപിടിക്കുമായിരുന്നല്ലോ. ഒറ്റയൊരുത്തിയെയും കണ്ടില്ലല്ലോ. അവര് പോയതാ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന നാട്ടുകാരെ, ഞങ്ങൾ ഇവിടെ നിന്ന് പോകും, നിങ്ങളും ഞങ്ങളോട് ഒരുമിച്ചായിരിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് പണം ചെലവഴിച്ച് ഈ 3 രാത്രിയിൽ ഇത്രയും ബൃഹത്തായ യോഗം ഇവിടെ ക്രമീകരിച്ചത്. അതുകൊണ്ട് യേശുക്രിസ്തു രാജാവായി ലോകത്തിൽ ഭരിക്കാൻ വരുന്നതിന് മുൻപ് ദൈവസഭയുടെ ഉൽപ്രാവണം നടക്കണം. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവജനം രൂപാന്തരപ്പെട്ട് അവരൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ 1000 വാനഗോളങ്ങളെ താണ്ടിക്കൊണ്ട് കർത്തൃസന്നിധിയിലേക്ക് അവർ ചേർക്കപ്പെടുകയാണ്. അങ്ങനെ ദൈവമക്കൾ ഇവിടെ നിന്ന് കടന്നുപോകും. യേശുക്രിസ്തുവിന്റെ രാജ്യം ലോകത്തിൽ സ്ഥാപിക്കണമെങ്കിൽ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ദൈവത്തിന്റെ കാര്യപരിപാടി അനുസരിച്ച് ഇവിടെ സംഭവിക്കണം. അത് എതിർ ക്രിസ്തു എന്ന് വേദപുസ്തകം പറയുകയും അന്ത്യക്രിസ്തു എന്ന് നാം വിളിക്കുകയും ചെയ്യുന്ന ആ ലോകത്തിന്റെ ഏക ഛത്രാധിപതി ഭരിക്കുവാനായി രംഗപ്രവേശനം ചെയ്യണം. അതിതുവരെ വന്നിട്ടില്ല. ഒരുപക്ഷെ എവിടെയെങ്കിലും ഉണ്ടാകാം, നമുക്കത് അറിഞ്ഞുകൂടാ. പക്ഷേ ദൈവസഭയുടെ ഉത്പ്രാവണം നടന്നു കഴിഞ്ഞിട്ടു മാത്രമേ ഈ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരികയുള്ളൂ. തിരുവെഴുത്തിൽ അത് പറയുന്നുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ തിരുവെഴുത്ത് എന്താ പറയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വേഗത്തിൽ വായിക്കാം. 3 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. ആരും ഏതുവിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ക്രിസ്തുവിന് പൗലോസ് നൽകിയിരിക്കുന്ന പേരാണ് നാശയോഗ്യൻ, പിന്നെ അധർമ്മമൂർത്തി. അടുത്തത്, അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമോ എന്ന് പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. 7-8 വാക്യങ്ങൾ കൂടെ നോക്കിയാട്ട്. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. ഇവിടെ അധർമ്മമൂർത്തി എന്നും നാശയോഗ്യനെന്നും എതിരാളി എന്നും പൗലോസ് ഈ അന്ത്യക്രിസ്തുവിനെ പേര് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. എപ്പോൾ വെളിപ്പെട്ടു വരും? 7-ാം വാക്യം ഒന്നുകൂടെ നോക്കിയാട്ട്. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക വേണം. അപ്പോൾ അധർമ്മമൂർത്തിയായ നാശയോഗ്യനായ എതിരാളിയായ അന്ത്യക്രിസ്തു രംഗപ്രവേശനം ചെയ്യാതിരിക്കുന്നത് അവനെ തടുക്കുന്ന ഒരു വ്യക്തി ഇന്ന് ഈ ഭൂമിയിലുണ്ട്. ഏതാണ് ആ വ്യക്തി? ആ വ്യക്തി വഴിയിൽ നിന്ന് മാറിപ്പോകുമ്പോഴേ ഈ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരികയുള്ളൂ. ആ വ്യക്തിയുടെ പേരാണ് തൃത്വത്തിൽ 3-ാമനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പെന്തക്കോസ്ത് നാളിൽ യേശുക്രിസ്തുവിന്റെ വാഗ്ദത്ത പ്രകാരം മാളിക മുറിയിലേക്ക് ഇറങ്ങി ആത്മസ്നാനം നടന്ന് ദൈവസഭ രൂപപ്പെട്ടു. ആ ദൈവസഭയെ ദൈവത്തിന്റെ വചനപ്രകാരം സകല സത്യത്തിലും വഴി നടത്തി ഈ ആത്മാവ് മുൻപോട്ട് കൊണ്ടുപോകുക. യേശുക്രിസ്തു മധ്യാകാശത്ത് വെളിപ്പെടുമ്പോൾ താൻ ഒരുക്കിയ ദൈവസഭയെന്ന മണവാട്ടിയുമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് ആകാശമേഘങ്ങളിലേക്ക് ദൈവസഭയുമായി പോകുമ്പോഴാണ് തടുക്കുന്ന പരിശുദ്ധാത്മാവ് ഈ വഴിയിൽ നിന്ന് മാറിപ്പോകുന്നത്. അതുവരെ ഈ അധർമ്മമൂർത്തിക്ക് വരാൻ പറ്റുകയില്ല. പാമ്പടിച്ച ദൈവദാസന്മാരെ ട്രാക്റ്റുകളും ബുക്കലെറ്റുകളും ബൈബിളും ഒക്കെ എടുത്തുകൊണ്ട് വീടുകളൊക്കെ സന്ദർശിച്ച് സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ ഇതിഷ്ടമില്ലാത്ത ആ വീട്ടുകാർ കൂടുന്ന സഭകളിലെ ആത്മീയ നേതാക്കന്മാര് പറയും,
നമ്മുടെ നാട്ടിൽ ഈ നാളുകളിൽ കുറെ അന്തിക്രിസ്തുക്കള് ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ നിങ്ങളുടെ വീടുകളിൽ വരുന്നുണ്ട്. എന്റെ പൊന്നുമാളൂര്, ഞങ്ങളാരും അന്തിക്രിസ്തുക്കളല്ല. ഞങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരാ. അവനെ കണ്ടിട്ടില്ലെങ്കിലും ക്രിസ്തുവിനെ സ്നേഹിച്ച് ക്രിസ്തുവിന്റെ സാക്ഷികളായി ജീവിക്കുന്നവരാ. പക്ഷേ അന്തിക്രിസ്തു വെളിപ്പെടാൻ പോവുകയാ. അന്തിക്രിസ്തു വെളിപ്പെടുന്നതിന് മുൻപ് ഞാൻ ഓർപ്പിച്ചതുപോലെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകണം. അഥവാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാറിപ്പോകണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാറണമെങ്കിൽ ദൈവസഭയുമായി ഇവിടെ നിന്ന് പോകണം. അത് സംഭവിക്കണമെങ്കിൽ ദൈവസഭയുടെ ഉത്പ്രാവണം നടക്കണം. അങ്ങനെ ഉത്പ്രാവണം നടക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാറിപ്പോകുകയും അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരികയും ചെയ്യും. അപ്പോൾ യേശുക്രിസ്തു രാജാവായി ഭരണം നടത്തുവാൻ ലോകത്തിൽ രാജാതി രാജാവായി വരുന്നതിന് മുൻപ് ഒന്ന്, ദൈവസഭയുടെ ഉത്പ്രാവണം നടക്കണം. രണ്ട്, അധർമ്മമൂർത്തി വെളിപ്പെടണം.